കളറിൽ കിട്ടണം. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തിപ്പൊടി ഞാൻ ഈ പറഞ്ഞ സമയം അത്രയും നാളും കേടുകൂടാതിരിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. വെള്ളത്തിൻ്റെ അംശം ഒന്നും തന്നെ പാടില്ല. അതുപോലെ ഈ നമ്മളിട്ടെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ നല്ല കളറായി വന്നിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ്. കുറച്ചധികം സമയം ഉണ്ടെങ്കിൽ നമുക്കിത് ഇത് എപ്പോഴും എന്ത് കറിയുടെ കൂടെയും, നമുക്ക് കറി ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ചമ്മന്തിപ്പൊടി കൂട്ടി വയറ് നിറച്ച് ചോറ് കഴിക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റാണ് ഈ ചമ്മന്തിപ്പൊടി കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഇത് നന്നായിട്ട് തണുക്കാൻ വയ്ക്കുക. ഇത്രയാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ലോണം തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലും ഒട്ടും വെള്ളം പാടില്ല. അങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കാം. സ്പൂണൊക്കെ എപ്പോഴും എടുക്കുമ്പോഴും ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നോക്കണം, ഇഷ്ടപ്പെടും എന്തായാലും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.